നമസ്കാരം. റിപ്പോർട്ടർ TV മുൻ ജീവനക്കാരി അഞ്ജന അനിൽകുമാറിന്റെ വെളിപ്പെടുത്തൽ ചർച്ചയാക്കി കോൺഗ്രസ് നേതാക്കളും സൈബർ പേജുകളും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വാർത്തകൾ നിരന്തരം നൽകി ആക്രമണം കടുപ്പിക്കുന്നതിനിടയിലാണ് റിപ്പോർട്ടറിനെ വെട്ടിലാക്കി അഞ്ജന പേര് പറയാതെ മുതിർന്ന മാധ്യമപ്രവർത്തകനെതിരെ ആരോപണം ഉന്നയിച്ചത്. ഇതിനു പിന്നാലെയാണ് ഈ ആരോപണം കോൺഗ്രസ് നേതാക്കളും ഏറ്റുപിടിച്ചത്. ഇതിനു പിന്നാലെ റിപ്പോർട്ടറിലെ തന്നെ മുൻ മാധ്യമപ്രവർത്തകയായ അമൃത എ രാജും തനിക്ക് സമാനമായ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നുവെന്ന് അഞ്ജനയുടെ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് കുറിക്കുകയും ചെയ്തിരുന്നു. വിഷയത്തിൽ VT ബൽറാമും കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും വിമർശനവുമായി രംഗത്തെത്തി. റിപ്പോർട്ടർ ചാനലിന്റെ കമന്റ് ബോക്സിൽ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പൊങ്കാലയാണ്. VT ബൽറാമിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: റിപ്പോർട്ടർ ചാനലിൽ മാധ്യമപ്രവർത്തകയായിരുന്ന വനിതയ്ക്കെതിരെ ന്യൂസ് റൂമിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയ മുതിർന്ന മാധ്യമപ്രവർത്തകൻ മാത്രമല്ല, അക്കാര്യത്തിൽ പരാതിപ്പെടുന്നതിൽ നിന്ന് അതിജീവിതയെ സമ്മർദ്ദം ചെലുത്തി പിന്തിരിപ്പിച്ച അവിടുത്തെ മറ്റ് സീനിയർ മാധ്യമപ്രവർത്തകരും പിന്നീട് അപകടം പറ്റി ആരോഗ്യസ്ഥിതി മോശമായപ്പോഴും അതിജീവിതയോട് ക്രൂരമായി പെരുമാറി അവരെ കൊണ്ട് രാജിവെപ്പിക്കാൻ സാഹചര്യം സൃഷ്ടിച്ച റിപ്പോർട്ടർ ചാനൽ മാനേജ്മെന്റും പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരാണ്. അത്രമാത്രം വ്യക്തമായ ആരോപണങ്ങളാണ് അതിജീവിതയായ മാധ്യമപ്രവർത്തക പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെടണം. ക്രൈംബ്രാഞ്ചിന്റെ സ്പെഷ്യൽ ടീം രൂപീകരിച്ച് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് VT ബൽറാമിന്റെ കുറിപ്പ്. അതേസമയം ബിന്ദു കൃഷ്ണയുടെ കുറിപ്പ് ഇങ്ങനെ: റിപ്പോർട്ടർ ചാനലിൽ പ്രവർത്തിച്ചിരുന്ന മാധ്യമപ്രവർത്തകയ്ക്ക് അവരുടെ തൊഴിലിടത്തിൽ വെച്ച് നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമം ഗൗരവമേറിയതാണ്. ന്യൂസ് റൂമിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയ മുതിർന്ന മാധ്യമപ്രവർത്തകനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മറ്റ് സീനിയർ ജേർണലിസ്റ്റുകളും റിപ്പോർട്ടർ TV മാനേജ്മെന്റും സ്വീകരിച്ചതെന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇരയായ മാധ്യമപ്രവർത്തകയെ സംരക്ഷിക്കുന്നതിന് പകരം അവരെ പുറത്താക്കാനാണ് മാനേജ്മെന്റ് ശ്രമിച്ചത്. പ്രതിയായ മാധ്യമപ്രവർത്തകനും അദ്ദേഹത്തെ സംരക്ഷിച്ച സഹപ്രവർത്തകരും മാനേജ്മെന്റ് നിയമത്തിന് മുന്നിൽ കുറ്റക്കാരാണ്. അവരർഹിക്കുന്ന ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ ആർജവം കാണിക്കണമെന്നും ബിന്ദു കൃഷ്ണയുടെ കുറിപ്പിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നപ്പോൾ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ഔദ്യോഗികമായി പരാതി നൽകാൻ ഭയക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമെന്നോണമാണ് റിപ്പോർട്ടർ ചാനലിലെ തന്റെ അനുഭവം മുൻനിർത്തി അഞ്ജന ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മുൻ മാധ്യമപ്രവർത്തകനെതിരെ രംഗത്ത് വന്നത്. പൊതുസമൂഹത്തിൽ ഒരു പരാതിയുമായി വരാൻ പെൺകുട്ടികൾ ഭയക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും. അത് പലതാകുമെന്നും അഞ്ജന കുറിച്ചിരുന്നു. കേരളത്തിലെ മുൻനിര മാധ്യമ സ്ഥാപനങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ നടക്കുമ്പോൾ എന്ത് നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നതെന്ന് അവർ ചോദിച്ചു. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനം ആവശ്യപ്പെട്ടതുകൊണ്ട് 3 ദിവസത്തെ ഡെപ്യൂട്ടേഷനിൽ ന്യൂസ് ഡെസ്കിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡെസ്കിലെത്തിയ ദിവസം അടുത്ത സുഹൃത്തായി കണ്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അന്നേ ദിവസം മോശമായ ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പോഴത്തെ ഞെട്ടലിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മുഖം തരാതെ അയാൾ ഓടിപ്പോയി. ഇയാളെയാണോ ഇത്രയും നാൾ ഞാൻ നല്ല സുഹൃത്തായി കണ്ടത് എന്നതായിരുന്നു എൻ്റെ ചിന്ത. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ന്യൂസ് ഡെസ്കിലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ 2 പേരോട് അന്ന് രാത്രി വിഷയം പറഞ്ഞു. പരാതി നൽകിയാലോ എന്ന് ആലോചിച്ചു. പരാതി നൽകരുത് എന്നതായിരുന്നു അവരുടെ ഉപദേശമെന്നും അഞ്ജന കുറിച്ചു. അഞ്ജന കോട്ടയത്തെ റിപ്പോർട്ടർ TVയുടെ ഓഫീസിൽ തെന്നി വീഴുകയും അതുമൂലം വലത് കൈക്ക് 2 ഒടിവുണ്ടാവുകയും ചെയ്തിരുന്നു. കൈ ഒടിഞ്ഞല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നായിരുന്നു ചാനൽ തലപ്പത്തുള്ള ഒരു പ്രമുഖന്റെ മറുപടിയെന്ന് അഞ്ജന കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറിച്ചിരുന്നു. വിശ്രമമില്ലാത്ത ജോലി കാരണം ബ്ലാസ്റ്ററിൽ ഒതുങ്ങേണ്ട ചികിത്സ ശസ്ത്രക്രിയയിലേക്ക് നീണ്ടു. അടിയന്തര സർജറിക്കായി 4 ദിവസത്തെ അവധി ചോദിച്ചപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കഴിയട്ടെ എന്നതായിരുന്നു അടുത്ത മറുപടി. ബ്യൂറോ ചീഫിന്റെ ശകാരം സഹിക്കവയ്യാതെ പരാതി നൽകിയപ്പോൾ സ്ഥലമാറ്റമായിരുന്നു ഫലം. ജോലി വിടാൻ നിർബന്ധിതമായ സാഹചര്യം അഞ്ജന കഴിഞ്ഞ ജൂണിൽ വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു: മെഡിക്കൽ എമർജൻസി ആയിട്ടും തനിക്ക് അവധി തരാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് പിന്നീടാണ് മനസ്സിലായതെന്നും അഞ്ജന അനിൽകുമാർ തന്റെ പുതിയ പോസ്റ്റിൽ കുറിച്ചു. പരാതി കൊടുക്കൂ എന്ന് പറയാൻ എളുപ്പമാണെന്നും പക്ഷേ പരാതി നൽകിയാലും അനുഭവിക്കേണ്ടി വരുന്നത് യുവതികൾ തന്നെ ആയിരിക്കുമെന്നും അഞ്ജന അഭിപ്രായപ്പെട്ടു.